الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني، وكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني، وكن غناي الذي ما بعده فلسوا، وكن فكاكي من أغلال عصياني، تحية الصمد المولى ورحمته ما غنت الورق في أوراق أغصاني. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام، يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك، خسروي अच्छी लगी ना पैरवी अच्छी लगी, हम फकीरों को मदीने की गली अच्छी लगी. ആദരണീയരായ സയ്യിദ് അവർകളെ, മറ്റ് സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം പറയുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിനനുസൃതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പുലർത്തേണ്ട സമീപനങ്ങളും വളരെ ലഘുവായി നാം തുടക്കം കുറിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഉൾക്കൊള്ളുന്ന ആളുകൾ സ്വീകരിക്കേണ്ട ജീവിത രീതികളെക്കുറിച്ച് വളരെ ലളിതമായി നാം അന്വേഷിക്കുകയും ചെയ്തു. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളും അവിടുത്തെയുടെ അപദാനങ്ങളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാത്മ്യങ്ങളുടെ മഹാപ്രപഞ്ചത്തിൽ നിന്ന് അവിടുത്തെയുടെ മഹത്വങ്ങളെക്കുറിച്ചുള്ള
ഒരാമുഖ വായനയാണ് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസികളായ ആളുകൾ പ്രകീർത്തിക്കുകയും മൗലിദോതുകയും മഹത്വം പറയുകയുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ശരിയായ ആത്മീയ വശത്തെ അറിയാത്തതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ബഹുലതയെ ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ പേരിൽ തെറ്റായി ധരിക്കുകയും ധരിപ്പിക്കുകയും ചെയ്യുന്ന അപകടകരമായ പ്രവണതകൾ ഒറ്റപ്പെട്ടാണെങ്കിലും പല സ്ഥലങ്ങളിലും ഉയർന്നു വരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയണമെന്നും അവിടുത്തെയുടെ പ്രാധാന്യത്തെ ഉദ്ഘോഷിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളുടെയും അപദാനങ്ങളുടെയും വിശാലമായ തലത്തെ അനാവരണം ചെയ്യപ്പെടണമെന്നും ആധികാരികമായി നമ്മോട് സംസാരിക്കുന്നത് പരിശുദ്ധമായ ഖുർആനാണ്. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ പ്രമാണവും മാനവിക ലോകത്തിൻ്റെ മുഴുവനും മാനിഫെസ്റ്റോ ആയി അംഗീകരിക്കേണ്ടതുമായ ലോകത്ത് വിധികളുടെയും നിയമങ്ങളുടെയും അവസാന തീർപ്പുകൽപ്പന നടക്കേണ്ട വേദഗ്രന്ഥമായ ഖുർആൻ ലോകൈക ഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നതെന്നും പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രമേയങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വായന നടത്തിയാൽ അത്ഭുതാവഹമായ തലങ്ങളെയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു തവണ പോലും ജീവിതകാലത്ത് നാം കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവർ നേരിട്ട് നമ്മോട് പറഞ്ഞു തന്നിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെ അഭിമുഖീകരിക്കുവാനുള്ള ഭാഗ്യവും നമുക്കുണ്ടായില്ല. എന്നിട്ടും 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം പിതാവിൻ്റെ പേര് പറയുമ്പോഴുണ്ടാകാത്ത, മാതാവിൻ്റെ പേര് പറയുമ്പോഴുണ്ടാകാത്ത, ലോകത്തെ മറ്റാരുടെയും പേര് പറയുമ്പോഴും അനുസ്മരിക്കുമ്പോഴും ഉണ്ടാകാത്ത ഒരു പ്രത്യേക വികാരം, ഒരു പ്രത്യേകമായ ആദരവ്, അതുല്യമായ ഒരു അനുരാഗത്തിൻ്റെ ആത്മഭാവങ്ങൾ 1-ാം ക്ലാസ് മദ്രസയിൽ അലിഫും ബാഉം പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മനസ്സ് മുതൽ നമ്മുടെ ഓരോരുത്തരുടെയും മനതലത്തിലേക്ക് സ്ഥാപിച്ചു തന്നത് ആരാണ് എന്നാണ് നാം അന്വേഷിക്കേണ്ടത്. ജന്മം നൽകിയ പിതാവിനേക്കാളും പ്രസവിച്ച മാതാവിനേക്കാളും പരിചരിക്കുന്നവരെക്കാളുമെല്ലാം വൈകാരികവും സ്നേഹപൂർണവുമായ ഒരു പ്രത്യേകമായ സ്വീകാര്യത ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയപ്പെട്ട എല്ലാ ബന്ധുക്കളെക്കാളും പ്രത്യേകമായ വൈകാരികമായ ഒരു ആത്മഭാവത്തെ മനുഷ്യരുടെ മനസ്സിലേക്ക് പ്രതിഷ്ഠിച്ചു തന്നത്
അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ പ്രാപഞ്ചികമായ അംഗീകാരത്തിന്റെ പ്രതിധ്വനിയാണ്. ലോകത്തെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള അപദാനങ്ങൾ, അവിടത്തെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിന്റെ പ്രഘോഷണങ്ങൾ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഒരുപാട് തവണ പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തമ ഭാവങ്ങളെ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രായോഗികമായി നമ്മെ പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധമായ ഖുർആനാണ്. അഖില്ലായ മയ്യുഹ്സീ മദീഹ മുഹമ്മദി ഫഫീ മദ്ഹി കുതുബുൻ മിനല്ലാഹി തുഖ്റഊ. അല്ലയോ സഹോദരങ്ങളെ, അഖില്ലായ മയ്യുഹ്സീ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മയ്യുഹ്സീ മദീഹ മുഹമ്മദി, നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളെ പറയുകയും പാടുകയും ചെയ്തിട്ട് ആർക്കാണതിനെ പരിമിതപ്പെടുത്താൻ കഴിയുക? കാരണം ലോകത്തുള്ള എല്ലാ ഖരവസ്തുക്കളും പേനയും ദ്രാവകങ്ങളും മഷിയുമായി പരിവർത്തിപ്പിക്കപ്പെട്ടാലും പ്രകീർത്തനങ്ങൾ പറഞ്ഞൊതുക്കാൻ കഴിയാത്ത മഹാ അപദാന പർവ്വത്തിന്റെ മഹാത്മ്യങ്ങളെ ആർക്കാണ് ക്ലിപ്തപ്പെടുത്താനും ലിമിറ്റ് ചെയ്യാനും കഴിയുക? സാധ്യമല്ല. കാരണം ഫഫീ മദ്ഹി കുതുബുൻ മിനല്ലാഹി തുഖ്റഊ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളെ കുറിച്ച് പരിശുദ്ധമായ വേദങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞൊതുക്കാൻ കഴിയുക? ലോകത്തൊരാൾക്കും പറഞ്ഞൊതുക്കാൻ പറ്റാത്ത അത്രയും പ്രത്യേകതകളുടെയും അതുപോലെ തന്നെ പ്രകീർത്തനങ്ങളുടെയും സമീക്ഷയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അലൽ ആലിആൽ أول السطور بسم الله بدء القال بلغ المداح في صافه فما بلغ بالغ معشار ما أوتي بها من بال. 5 വർഷം മദീനയിൽ ദർസ് നടത്തിയിട്ട് മദീനയിൽ നിന്ന് മടങ്ങി തമിഴ്നാട്ടിലേക്ക് ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി തീരുമാനമെടുത്ത് മദീനയിൽ നിന്ന് യാത്ര ചോദിക്കുന്ന സമയത്ത് ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു പേനയെടുത്തിട്ട് എഴുതാൻ തുടങ്ങി. അക്ഷരമാലാക്രമത്തിലുള്ള കവിതയുടെ തുടക്കമാണ് അല്ലഫൽ അലിഫു. ഒരുപാട് വ്യാഖ്യാനങ്ങൾ അർഹിക്കുന്നതാണ്. എന്നാൽ മഹാനവറുകൾ പറയുകയാണ്, ബലഗൽ മുദ്ദാഹു ഫീ ഔസാഫി ഫമാ ബലഗ്. പ്രകീർത്തനങ്ങളും മദ്ഹുകളും പറയുന്നവരെല്ലാം പരമാവധി പറഞ്ഞു നോക്കി, പക്ഷേ ഫമാ ബലഗ, അതിനെത്താൻ കഴിഞ്ഞിട്ടില്ല. മിഅ്ശാറ മാ ഊതി ബിഹാ മിൻ ബാലിബാൽ. പ്രകീർത്തനങ്ങളും ചരിത്രങ്ങളും പ്രത്യേകതകളും എഴുതാൻ പേനയെടുത്തവരുടെ ഹൃദയത്തിൽ ഉദിച്ചതിൻ്റെ 10 പോലും എഴുതി തീർക്കാൻ അവിടെയുള്ള ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിസ്സഹായരായി പേനയെട് മടക്കി വെച്ചിട്ട് കഴിയില്ലെന്ന് പറയാനേ എല്ലാവർക്കും കഴിഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞൊതുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. ഞാൻ ഇത്രയും നേരം കവിത എഴുതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല.
അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമീ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകൃതിയുടെ അനുരാഗ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ എഴുതിയിട്ട് എവിടെയും എത്താൻ കഴിയുന്നില്ല, ഇനി എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു, എനിക്ക് പറയാവുന്നതിൻ്റെ പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനാണെന്ന് പറയാൻ എനിക്ക് കഴിയുന്നുള്ളൂ. കാരണം മഹാത്മ്യത്തിന്റെ വിശദീകരണത്തിലേക്ക് എത്താൻ എനിക്ക് കഴിയുന്നില്ല, പ്രകീർത്തനത്തിന്റെ പാരാവാരങ്ങളെ ഒതുക്കാൻ കഴിയുന്നില്ല, അലമാല സമാനമായ അനുരാഗ കഥകളെ അടയാളപ്പെടുത്താനാവതില്ല. അവിടുന്നതാ പർവ്വതം കണക്കെ ഉയർന്നു നിൽക്കുന്ന അവിടുത്തെയുടെ ഉത്തിഷ്ഠമായ പ്രത്യേകതകളെ അടയാളപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഞാനിതാ എൻ്റെ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. ഇനി ബാക്കിയുള്ള അരവരി പോലും പാടാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ കിടന്നുറങ്ങുമ്പോഴാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുന്നു, അല്ലയോ ബൂസീരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ എഴുതിയിട്ട് അവസാനം നിസ്സഹായനായി കിടക്കുന്ന, ഇനി അങ്ങോട്ട് എഴുതാൻ കഴിയില്ലെന്ന അവിടുത്തെയുടെ മഹാത്മ്യത്തിന്റെ മുമ്പിൽ പരിഭ്രമിച്ചു കിടക്കുന്ന ബൂസീരി, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സൃഷ്ടികളെക്കാളും മഹത്വമുള്ള നേതാവാണ്. അർശ് ഹഖ് ഹേ മസ്നദേ റിഫഅത്ത് റസൂലുള്ളാഹി കി, അർശ് സത്യമാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാത്മ്യത്തിന്റെ താഴെയാണ് അർശിന്റെ സ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാ ഖവായിമിൽ അർശി മക്തൂബുൻ മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ അർശിന്റെ കമാനങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. ആ പേര് കണ്ടിട്ട് തവസ്സല ബിഹി ആദമു, ആദം അലൈഹിസ്സലാം അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്തു, എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണേ അല്ലാഹ്, ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കൊണ്ട് എൻ്റെ പാപങ്ങൾ പൊറുക്കണമെന്ന് ജദ്ദുൽ അലി ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ദുആ ചെയ്തു, ഇസ്തിഗ്ഫാർ നടത്തിയെന്ന് അൽ ബിദായത്തു വന്നിഹായ 1-ാം വാള്യം 110-ാമത്തെ പേജിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും ഒരു പരിധിയിലെത്തിക്കാൻ ശ്രമിച്ച എല്ലാ ആളുകളും ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ആയുധം വെച്ച് കീഴടങ്ങാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രകീർത്തനങ്ങളും അപദാനങ്ങളും പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആനാണ്. ഖുർആനുടനീളം പരിശോധിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതഘട്ടങ്ങളെയും അവിടുത്തെ ജീവിതത്തിൻ്റെ ഇടപാടുകളെയും അവിടുത്തെയുടെ ഇരപകലുകളെയും കൃത്യമായി അടയാളപ്പെടുത്തുന്ന ശൈലിയിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. വിശാലമായി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷത്തെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ സൂക്തങ്ങളും അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത താളങ്ങളോട്, ജീവിത ഭാവങ്ങളോട്,
ജീവിതത്തിന്റെ ഘട്ടങ്ങളോട് കൂടുതൽ ലയിച്ചു കിടക്കുന്നത് ഖുർആനിന്റെ ശൈലിയിൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങളെ മുഴുവനും സമുദ്ധരിക്കുവാനുള്ള ഒരു പ്രവാചകനെ അല്ലാഹു തആല അയച്ചിരിക്കുന്നു. അവിടെ ബഹുമാനപ്പെട്ട ഇമാമു സമർഖന്ദിയുടെ വ്യാഖ്യാന പ്രകാരം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമരായി തിരഞ്ഞെടുക്കപ്പെട്ട അംഫസായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അഥവാ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, കുടുംബപരമായും വ്യക്തിപരമായും മറ്റെല്ലാ സ്വഭാവങ്ങളെയും വിലയിരുത്തി നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഉത്തമരായി കാണാൻ കഴിയുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തി, അന ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ, ഞാൻ നിങ്ങളിലെ ഏറ്റവും ഉത്തമരിൽ ഉത്തമനായ മനുഷ്യനാകുന്നു. മനുഷ്യകുലത്തെ മുഴുവനും എടുത്തു നോക്കിയാൽ അതിലെ ഏറ്റവും ഉന്നതമായ കുലം ഖുറൈശി കുലമാണ്. ആ കുലത്തിലെ ഏറ്റവും ഉത്തമരായ വ്യക്തി ആരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് കാണാൻ കഴിയും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ വേറൊരിടത്ത് പറയുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഓ പ്രവാചകരെ, അവിടുന്ന് ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. പ്രപഞ്ചത്തിലെ മനുഷ്യർക്ക് മാത്രമല്ല, സസ്യലതാദികൾക്ക് മാത്രമല്ല, ജന്തുജാലങ്ങൾക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ വസ്തുവകകൾക്കും കാരുണ്യമാണ് യാ റസൂലല്ലാഹ്. നമ്മളൊന്ന് ചോദിച്ചു നോക്കുക, ലോകത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യമായി അവതരിച്ചത് മനുഷ്യർക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ആളുകൾക്കും കാരുണ്യമാണ്. എല്ലാ ആടുകൾക്കും കാരുണ്യമാണ്, എല്ലാ ജീവജാലങ്ങൾക്കും കാരുണ്യമാണ്. മുസ്തഫ ജാൻ റഹ്മത്ത് പേ ലാഖോ സലാം, ശംഅ ബസ് മേ ഹിദായത്ത് പേ ലാഖോ സലാം, ശഹരിയാരെ ഇറം താജുദാരെ ഹറം, നൗബഹാരെ ശഫാഅത്ത് പേ ലാഖോ സലാം. അല്ലയോ ഹബീബായ നബിയെ, അവിടുന്ന് ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. ഓരോ തന്മാത്രകളോടും ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമോ എന്ന്. മുതലാളിമാരോട് ചോദിക്കുക, തൊഴിലാളികളോട് ചോദിക്കുക, തെറ്റു ചെയ്തവരോട് ചോദിക്കുക, പുണ്യവാളന്മാരോട് ചോദിക്കുക, സസ്യലതാദികളോട് ചോദിക്കുക, ജന്തുജാലങ്ങളോട് ചോദിക്കുക. അങ്ങനെ എല്ലാ വസ്തുവകകളോടും റസൂലുള്ളാഹിനെ കുറിച്ച് അന്വേഷിച്ചാൽ അവരെല്ലാം പറയുന്നു, ഞങ്ങൾക്ക് റസൂലുള്ളാഹിനെ അറിയാം, ആ റസൂലുള്ളാഹിന്റെ കാരുണ്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എവിടെ നമുക്ക് തുടങ്ങാം? നമ്മൾ നിൽക്കുന്ന ഈ ഭൂമിയോട് ചോദിക്കുക, നിനക്ക് റസൂലുള്ളാഹിനെ അറിയുമോ? इस खाक को खाक न समझे, इस खाक में शहबत है हमारा. ഈ മണ്ണിനോട് ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ ഈ മണ്ണ്, ഈ ഭൂമി അവിടുന്ന് ചുരുണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
സാധാരണ സ്വഹാബികൾ നടക്കുമ്പോൾ എത്തുന്നതിനേക്കാൾ വേഗത്തിൽ ദൂരമെത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയും. കാരണം ഈ ഭൂമി റസൂലുള്ളാഹിക്ക് വേണ്ടി ചുരുണ്ടു കൊടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാഥമിക ആവശ്യ നിർവഹണത്തിന് വേണ്ടി പോയാൽ ഈ ഭൂമിയുടെ മേലെ ഒരടയാളവും കാണാൻ കഴിയില്ല. നിരവധി സ്വഹാബികളിൽ നിന്നുള്ള നിവേദനം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറക്കിരിക്കാൻ വേണ്ടി പോയി. പിന്നീട് അവിടേക്ക് പോയാൽ ഒരടയാളവും കാണുകയില്ല. കാരണം ഭൂമി അപ്പോഴേ അത് മറച്ചു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഭൂമിക്കറിയാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മദീനയുടെ മണൽപ്പരപ്പിനോട് ചോദിക്കുക, റസൂലുള്ളാഹിനെ അറിയുമോ എന്ന്. മദീനയിലെ മണ്ണിന് രോഗശമിപ്പിക്കുവാനുള്ള ബറക്കത്തുണ്ടെന്ന് മദീനയുടെ ചരിത്രം എഴുതിയ എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സയ്യിദു സുംഹൂദിയുടെ വഫാഉൽ വഫാ എന്ന ഗ്രന്ഥം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും പരിശുദ്ധമായ മദീനയിലെ മണ്ണ്, ആ മണ്ണിന് രോഗശമനമുണ്ട്. നിരവധി മഹാന്മാരായ ആളുകൾ ആ മണ്ണെടുത്തുകൊണ്ട് രോഗശമനം തേടിയിട്ടുണ്ട്. വമതാഉക ഹൈലു മിൻ സറാക ജുഫൂനി. എപ്പോഴാണ് നബിയെ ആ മദീനയിലെ മണ്ണെടുത്തൊന്ന് കണ്ണിൽ വെച്ചിട്ട് ഞങ്ങളുടെ രോഗത്തിനൊന്ന് ശമനം കിട്ടുക യാ റസൂലല്ലാഹ്? മഹാന്മാര് ചോദിക്കുകയാണ്, ആ മണൽത്തരിയെടുത്തിട്ട് കണ്ണിലേക്ക് വെച്ചിട്ട് രോഗം മാറാൻ, ആ മണൽത്തരിയെടുത്തിട്ട് കണ്ണിലേക്ക് വെച്ചിട്ട് സന്തോഷം അനുഭവിക്കാൻ ഒരുപാട് മഹാന്മാര് വന്ന മണ്ണാണ്. അതുകൊണ്ട് ഭൂമിയോട് ചോദിക്കുക, റസൂലുള്ളാഹിനെ അറിയുമോ? ഇനി ചോദിക്കുക ആകാശത്തോട്, റസൂലുള്ളാഹിനെ അറിയുമോ എന്ന്. ആകാശത്തിന് പറയാനുള്ളത് ആകാശങ്ങളുടെ മണ്ഡലങ്ങളെ ആകമാനം കടന്നിട്ട് അതിന്റെ ഉന്നതങ്ങളിലേക്ക് സഞ്ചരിച്ച ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അതാരാണ്? ഇത് ജാഇലാ കുല്ലി സമായി തസഫുഫാ റസുലുൻ വ അംലാകുൻ വറാഅൽ മുസ്തഫാ كل يرحب ضاحكا وبسيما صلوا عليه وسلموا تسليما. ആകാശമണ്ഡലങ്ങളുടെ വിധാനങ്ങളെ ആകമാനം കവച്ചു വച്ചിട്ട് പ്രകാശസാഗരത്തിന്റെ ആദരണീയമായ തലത്തിലേക്ക് ചെന്ന് ഗബ്രിയേൽ എന്ന് മറ്റുള്ളവർ പരിചയപ്പെടുത്തുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോലും അവിടുന്ന് കടക്കാൻ അവകാശമില്ലാത്ത മണ്ഡലങ്ങളെ ആകമാനം ഉപാസിച്ചിട്ട് സർവാധികാരിയായ അല്ലാഹുവിനോട് വരിഷ്ഠമായ സംഭാഷണം നടത്തിയ മഹാത്മ്യത്തിന്റെ മണിമകുടങ്ങളെ കാൽപെരുമാറ്റത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് പ്രപഞ്ച സാകല്യത്തിന്റെ ഉച്ചത്തായിലേക്ക് സഞ്ചരിച്ച അഷ്റഫുൽ വറാ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇന്ന് നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ എന്നോട് നന്നായൊന്ന് സഹകരിക്കണം. സ്വലാത്തു ചൊല്ലിയിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ആകാശത്തിനറിയുമോ? അറിയാം. കാരണം എന്താണെന്നറിയുമോ? ആകാശത്തെ പടയ്ക്കുവാനുള്ള കാരണക്കാരനാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. നറൂഹേ അമീൻ നർശേ ബരി न लौहे मुबी कोई भी कहीं खबर ही नहीं जो रमज़े खुली
अजल की नहा तुम्हारे लिए. കാലഘട്ടത്തിന്റെ തലമർമ്മരങ്ങളെയും ലോകത്തിന്റെ മുഴുവൻ നീക്കുപോക്കുകളെയും അങ്ങനെയല്ല പ്രപഞ്ചത്തിന്റെ കാൽപെരുമാറ്റങ്ങളെയും ഓരോ മണ്ഡലത്തിലും നടക്കുന്ന ചലന നിശ്ചലനങ്ങളുടെയും നിമിത്തമായി നിശ്ചയിച്ചിട്ടുള്ള നേതാവാണ്. ഖുദായേ ഖുദാ की रज़ा चाहते हैं तो आलम खुदा चाहता है. रज़ाए മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രീതിക്ക് നിമിത്തമായി അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ലോകത്തിന്റെ മുഴുവനും ആത്മാവായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ അറിയാം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? അപ്പോൾ ആകാശത്തോട് ചോദിക്കുക റസൂലുള്ളാഹിനെ അറിയുമോ എന്ന്. ഇനി ചോദിക്കുക മേഘങ്ങളോട് റസൂലുള്ളാഹിനെ അറിയുമോ എന്ന്. അന്വേഷണം നടത്തിയാൽ തളില്ലുൽ ഗമാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോ മേഘങ്ങൾ നിഴലിടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രതിനിധിയായി വിവാഹത്തിന് മുമ്പ് റസൂലുള്ളാഹിന്റെ കൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരിണി വന്നിട്ട് പറയുകയാണ്, അല്ലയോ ഖദീജ, ഞാൻ കൂട്ടിക്കൊണ്ടുപോയ ഇപ്രാവശ്യത്തെ കച്ചവട സംഘത്തിന്റെ നേതാവായി നിങ്ങൾ തെരഞ്ഞെടുത്ത മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോഴെല്ലാം തളില്ലുൽ ഗമാമ, മേഘങ്ങൾ തണലിട്ടുകൊണ്ടല്ലാതെ നടന്നിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കായുടെ മരുപ്പറമ്പിലെ ആമിന റളിയല്ലാഹു അൻഹയുടെ വസതിയിൽ നിന്ന് അമ്മിഞ്ഞു കൊടുക്കാൻ ഹലീമ എന്ന അറബ് കുലത്തിലെ ബനൂ സഅദ് ഗോത്രത്തിലെ കുലീനയായ പെണ്ണ് കൈത്തണ്ടയിൽ എടുത്തുകൊണ്ട് ഒട്ടകത്തിന്റെ മേലെ കയറുമ്പോഴേക്ക് അതാ പോകുന്നു. മേഘത്തിന്റെ കീറുകൾ നിഴൽ വിരിച്ചു കൊടുത്തിട്ടാണ് ബനൂ ബക്കർ ഗോത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് മഹാന്മാര് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ മേഘത്തിനറിയാം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഇനി ചോദിക്കുക സൂര്യന് റസൂലുള്ളാഹിനെ അറിയുമോ എന്ന്. ഞാനിവിടെ പറയുമ്പോ വിചാരിക്കരുത് മേഘവുമായി ബന്ധപ്പെട്ട് ഇത്രേ പരാമർശമുള്ളൂ എന്ന്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വിനീതനായി വിദ്യാർത്ഥി റസൂലുള്ളാഹിനെ കുറിച്ച് മാത്രം പ്രസംഗിച്ച 120ഓളം മണിക്കൂർ സീഡികളുണ്ട്. സൗകര്യപ്പെടുന്നവരൊക്കെ വാങ്ങി കേൾക്കേണ്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനിക്കാത്ത പ്രമേയമാണ്, വർണ്ണനകൾക്ക് വഴങ്ങാത്ത വസന്തമാണ്, വിശദീകരണങ്ങൾ കൊണ്ട് ഒതുക്കാനാവാത്ത അവിഷയ വിശാലതയുടെ സമ്പൂർണതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ അറിയുമോ എന്ന് സൂര്യനോട് ചോദിക്കുക. അപ്പൊ സൂര്യൻ പറയാൻ പോകുന്ന മറുപടി എന്താണെന്നറിയുമോ? ലോകത്തൊരാൾക്കും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വെയിറ്റ് ചെയ്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു നാൾ അസ്ർ നിസ്കാരത്തിന് അലിയാർ തങ്ങൾ പോകുന്നതിന് മുമ്പ് അസ്ർ നിസ്കരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കിടന്നു. അലിയാർ തങ്ങളുടെ മടിത്തട്ടിൽ തല വെച്ചിട്ട് കിടക്കുകയാണ്. അസറിന്റെ സമയം അവസാനിക്കാനെടുത്തപ്പോ അലിയാർ തങ്ങളുടെ മനസ്സകത്തിൽ മതിക്കുന്ന 2 വിചാരങ്ങളാണ്. ഞാൻ അസർ നിസ്കരിച്ചില്ലല്ലോ, എന്റെ മടിത്തട്ടിലിരിക്കുന്നത് റസൂലുള്ളാഹിന്റെ ആദരണീയമായ ശിരസാണല്ലോ. ഈ ശിരസ്സെടുത്ത് നിലത്തേക്ക് വെക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അസ്ർ നിസ്കാരം ഖളാക്കാൻ അതും പറ്റുന്നില്ല.
ഇതാ സൂര്യനാണെങ്കിൽ അസ്തമാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അധിക സമയം ബാക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയാതെ, വിളിക്കാതെ, പറഞ്ഞുകൊടുക്കാതെ പെട്ടെന്ന് ഞെട്ടിയുണരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളോട് ചോദിക്കുന്നു, അല്ലയോ അലിയേ, എന്തിനാണ് വിഷമിക്കുന്നത് അലിയേ? ഓ ശേറേ ഖുദാ പേ സലാം കഹ രഹാ ഹോ, ഓ ശേറേ ഖുദാ കോ വഉസ്മാൻ ഗനി കോ സലാം കഹ രഹാ ഹോ, സലാം ഭേജ്തേ ഹേ. ഖൈബറിന്റെ കോട്ടകൊത്തളങ്ങളുടെ കവാടങ്ങളെ കൈയുയർത്തിയിട്ട് പരിച പോലെ കാണിച്ച അവിടുന്ന് സ്വഹാബാ കിറാമിന്റെ ധൈര്യത്തിന്റെ പ്രതീകമായ അലിയാര് തങ്ങളോട് ചോദിക്കുകയാണ്, അലിയേ, എന്തിനാണ് മനസ്സിൽ ഒരു നൊമ്പരവുമായിരിക്കുന്നത്? വിഷയമെന്താണ് അലിയേ? അപ്പോഴാണ് വിനയവിനീതമായ ഭാവങ്ങളോടെ ഹബീബിന്റെ തിരുമുമ്പിൽ നിന്ന് അലിയാര് തങ്ങളുടെ പ്രതിവചനം, യാ റസൂലല്ലാഹ്, ഞാൻ അസുർ നിസ്കരിച്ചിട്ടില്ല നബിയേ, അസ്തമാനാർക്കനതാ മറയാനടുക്കുന്നു നബിയേ. അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യണേ, എന്റെ അലിയാരൊന്ന് അസ്ർ നിസ്കരിച്ചോട്ടെ. യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു കറാമാത്തു സ്വഹാബയുടെ തുടക്കത്തിൽ ഇതെഴുതിയിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബത്തിന്റെ മഹത്വം പറയുന്നിടത്ത് എഴുതിയിട്ടുള്ളത് കാണാം. അലിയാര് തങ്ങൾ അസ്ർ നിസ്കരിക്കുന്നത് വരെ സൂര്യൻ അസ്തമാനത്തിലേക്ക് അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ സൂര്യൻ അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്. മാത്രമല്ല, സൂര്യന്റെ അൾട്രാ വയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികൾ അതിന്റെ തീഷ്ണമായ ഭാവങ്ങളോടെ റസൂലുള്ളാനെ തൊട്ടിട്ടില്ല. കാരണം മേഘപടങ്ങളുടെ മറയില്ലാതെ സൂര്യന്റെ കണങ്ങൾ റസൂലുള്ളാന്റെ പൂമേനിയിലേക്ക് വന്നിട്ടില്ല. എങ്ങനെയാണ് വരിക? ആ സൂര്യനെ പടയ്ക്കാനുള്ള കാരണം റസൂലുള്ളയല്ലേ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിന്റെ ആർദ്രമായ ഭാവങ്ങളോ അതിന്റെ തീഷ്ണമായ തലങ്ങളോ തൊട്ടു നോക്കുകയില്ലല്ലോ. അങ്ങനെയുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്നതാ സൂര്യൻ അറിയാം ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പോൾ സൂര്യൻ അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഇനി ചന്ദ്രനോട് ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുമോ? ചന്ദ്രനും പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാം. എങ്ങനെയാണ് അറിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആംഗ്യം കണ്ടപ്പോഴേക്ക് രണ്ട് പിളർപ്പായി ചന്ദ്രൻ മാറി നിൽക്കുകയാണ്. ഇഖ്തറബത്തിസ്സാഅതു വൻശഖൽ ഖമർ. ഇതാ ഖിയാമത്ത് നാളെടുത്തു, ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറിയിരിക്കുന്നു. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, മക്കയിലുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടപ്പോൾ അവരെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രനു നേരെ ആംഗ്യം കാണിച്ചപ്പോൾ രണ്ട് പിളർപ്പായി മാറി നിൽക്കുകയാണ്. ഇഷ്ഹദൂ ഇഷ്ഹദൂ, നിങ്ങൾ നോക്കിയേ, കണ്ടില്ലയോ കണ്ടില്ലയോ എന്ന് ചോദിച്ചിട്ട് അബൂ ഖുബൈസ് പർവ്വതത്തിന്റെയും മർവാ മലയുടെയും മുകളിലേക്ക് രണ്ട് ചീളായി മാറ്റി നിർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചന്ദ്രൻ അറിയാം. മാത്രമല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്താൻ എപ്പോഴും ഉപയോഗിക്കുന്ന പദം അൽ ബദ്റു താം എന്നാണ്. സൂര്യൻ എന്ന് പറയാറ് കുറവാണ്, കാരണം സൂര്യന് ചൂടുള്ളതാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോഴെല്ലാം പൂർണ്ണ ചന്ദ്രനെയാണ് പറയാറുള്ളത്. ശബീഹു കബദുറുൽ ലൈലി ബൽ അൻത അൻവറൂ. ഓ നബിയെ, അവിടുത്തെ തുല്യപ്പെടുത്തി പറഞ്ഞാൽ സമ്പൂർണമായ 14-ാം നിലാവ് പോലെയാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെ പറയാൻ മഹാന്മാരായ സ്വഹാബികൾ 14-ാം നിലാവിനെ നോക്കിയിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹിനെ നോക്കും. എന്നിട്ട് പറയും അബ്ഹാമിനൽ ഖമരിത്താമി യാ റസൂലല്ലാഹ്. പൂർണ്ണേന്ദുവിനേക്കാൾ ചന്തം നബിക്കാണ് നബിയേ. ഞങ്ങൾക്ക് ആകാശത്തെ അമ്പിളി വേണ്ട, ഭൂമിയിലെ ചന്ദ്രന് മതി, അത് ഞങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്വഹാബികളെ നമുക്ക് കാണാം. മാത്രമല്ല സഹോദരങ്ങളെ, ഇനി ചോദിക്കുക, ലോകത്തുള്ള എല്ലാ ലതാദികളോടും റസൂലുള്ളാഹിനെ അറിയുമോ? അതാ ഈ നിൽക്കുന്ന മരത്തോട് ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമോ എന്ന്. ഈ കേരവൃക്ഷങ്ങളുടെയും അതുപോലെ മറ്റ് വൃക്ഷങ്ങളുടെയും പ്രതിനിധികളായ മരങ്ങളോട് ചോദിക്കുക, ഹബീബിനെ അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മറർതു ബിഹജരിൻ വലാ ശജരിൻ ഇല്ലാ വസല്ലമ അലയ്യ. ഞാൻ ഒരു മരത്തിൻ്റെ അടുക്കലൂടെ നടന്നാൽ മരം പറയും അസ്സലാമു അലൈക്കുമെന്ന്. ഞാനൊരു കല്ലിൻ്റെ അടുക്കലൂടെ നടന്നാൽ കല്ല് പറയും അസ്സലാമു അലൈക്കുമെന്ന്. അപ്പൊ ഈ മരത്തിനറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു അഅറാബി വന്നിട്ട് ചോദിച്ചു, അല്ലയോ നബിയെ, അവിടുത്തെ പ്രവാചകനാണെന്നതിന് തെളിവെന്താണ്? അപ്പൊ പറഞ്ഞു, ആ മരത്തോട് ചെന്ന് പറ, ഞാൻ വിളിക്കുന്നു ഇങ്ങ് വരാൻ. ഇദ്ദേഹം ചെന്ന് പറഞ്ഞു, മരമേ, റസൂലുള്ള വിളിക്കുന്നു അങ്ങോട്ട് ചെല്ലാൻ. തംശീ ഇലൈഹി അലാ സാഖിം ബിലാ ഖദമീ. പാദമില്ലാത്ത തണ്ടം കാലുകളോട് മരങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരുഭൂമിയിൽ വെച്ച് ഒന്ന് മറക്കിരിക്കേണ്ട ആവശ്യം വന്നാൽ മരുഭൂമിയുടെ 2 ദിക്കിലുമുള്ള മരങ്ങൾ വന്ന് ചേർന്ന് മറയായി നിന്നുകൊടുക്കുമെന്ന് ഖാദി ഇയാദ് തങ്ങൾ അശ്ശിഫാ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മരങ്ങൾക്കറിയാം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാം. ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ് രാത്രി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൃഗത്തിന്റെ കട്ടിലിൽ ഇരുന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ അതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോഴേക്ക് ഇരുട്ടിൽ വെച്ചുകൊണ്ട് ആ മരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടിച്ചു പോകുമോ എന്ന് സംശയിച്ചു. അഥവാ രാത്രിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനം നേരെ പോയാൽ ആ മരത്തിലങ്ങ് ഇടിച്ചു പോകും. ഇരുട്ട് സമയമാണ്. മരം 2 പിളർപ്പായി കീറിക്കൊടുത്തു. അതിൻ്റെ ഇടയിലൂടെ റസൂലുള്ളാഹിന്റെ മൃഗം അഥവാ അവിടുത്തെ വാഹനം അങ്ങ് കടന്നുപോയതായി ഖാദി ഇയാദ് തങ്ങൾ രേഖപ്പെടുത്തിയിട്ട് എഴുതുകയാണ്. ആ മരം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് തങ്ങൾ ആ കാലഘട്ടത്തിൽ സാക്ഷിത്വം കൂടി എഴുതി വച്ചിട്ടുണ്ട്.
അപ്പൊ മരത്തിനറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യസനിച്ചിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോ വിഷമം ഉണ്ടായാലും വരുന്നയാളാണ്. വഅതാഹു ജിബ്രീലുൽ അമീനു നദീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരം പോക്ക് കൊടുക്കാൻ വരുന്നയാളാണ് ജിബ്രീലുൽ അമീൻ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, നബിയേ ഒരു തമാശ പറയട്ടെ നബിയേ. എന്താണ് ജിബ്രീലേ? മറ്റൊന്നുമല്ല, ആ മരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വിളിക്കുന്നു. അല്ലയോ മരം, നീ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നോ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരം വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പോയിക്കോ, മടങ്ങിയങ്ങ്. അങ്ങനെ പോകുമ്പോഴേക്ക് ആ മരം അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു നടക്കുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കണ്ടു ചിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, ടെൻഷൻ മാറിയോ നബിയേ? ദുഃഖം മാറിയോ നബിയേ? ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇടപെട്ട മരങ്ങളെ കുറിച്ച് മാത്രം ഒരു ദിവസം പ്രസംഗിച്ചാ തീരൂല. അത് കേവലം വർണ്ണനയ്ക്ക് വേണ്ടി പറയുകയല്ല. ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാടിടങ്ങളിൽ അത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാരിയിരുന്ന മരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നട്ടുപിടിപ്പിച്ച മരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹത്വം പറഞ്ഞ മരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഇന്നും ബറക്കത്ത് അനുഭവിക്കുന്ന പ്രത്യേകതരം കാരയ്ക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഇന്നും രോഗശമനമുള്ളതാണ് അജ്വ എന്ന കാരയ്ക്ക. ഇതുപോലെ എത്രയോ മരങ്ങളുടെ കഥയാണ് ഹബീബുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം മരങ്ങൾക്കറിയുമോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാം. ഇനി മരം കീറിയിട്ട് പള്ളിയിലെ മിമ്പറായി പ്രതിഷ്ഠിച്ചപ്പോൾ ആ മിമ്പറിനും റസൂലുള്ളാഹിനെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിലെ പഴയ മിമ്പർ മാറ്റിയിട്ട് പുതിയ മിമ്പറിലേക്ക് കയറി. 5 മീറ്ററിന്റെ ദൂരമേ ഉള്ളൂ എന്നാണ് ചരിത്രം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിന്റെ മേലെ ഖുതുബയ്ക്ക് കയറിയപ്പോ സമിഅനാ അനീനൽ ജസഇ കഅനീനിസ് സിബിയാൻ. കുട്ടികളുടെ കരച്ചിൽ പോലെ ഒരു കരച്ചിലതാ പള്ളിയിൽ നിന്ന് കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ചാരി നിന്ന മിമ്പറാണ് കരയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. അത് കേവലം ഒരു മരമല്ലേ, അത് കരഞ്ഞു പോയിക്കോട്ടെ എന്ന് വെക്കാൻ റസൂലുള്ളാഹിക്ക് കഴിയില്ല. കാരണം എന്താണ്? ജനാമേ ചമൻ, ചമൻ മേ സമൻ, സമൻ മേ ബപൻ, ബപൻ മേ ദുലൻ, സുനായേ महन पे ऐसे मिनन ये अमनो अमान तुम्हारे लिए. പൂന്തോട്ടത്തിലെ സസ്യലതാദികളിലെ പുഷ്പകുംഭങ്ങൾ, ആ പുഷ്പകുംഭത്തിലെ തേൻ കുടങ്ങൾ, അത് ഹബീബായ നബിയെ തങ്ങൾക്ക് വേണ്ടിയാണ് യാ റസൂലല്ലാഹ്. അതാ അവിടുത്തെയുടെ കൈവെക്കുമ്പോഴാണ് കരച്ചിലടങ്ങുന്നത്. നബിതങ്ങൾ പറയുന്നു, മിമ്പറേ, ആരോടാണ് സംസാരിക്കുന്നത്? പള്ളിയിലെ മിമ്പറിനോട്. തഅജ്ജുബ് ഹേ,
അത്ഭുതമല്ലയോ അങ്ങനെ ഒരു സംസാരമോ? മോനെ, പ്രമാണങ്ങളെ വിസമ്മതിക്കാൻ കഴിയില്ല. ഇത് സ്വീകാര്യോഗ്യമായ നിവേദനത്തിലുള്ളതാണ്. മിമ്പറിന്റെ കരച്ചിൽ കേവലം കഥയല്ല, ആരുടെയും സങ്കല്പമല്ല. സ്വീകാര്യോഗ്യമായ ഹദീസുകളിൽ നിവേദനം ചെയ്യപ്പെട്ട സംഭവമാണ്. അതാ മിമ്പർ അവിടെ നിന്ന് കരയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്മേൽ കൈവച്ചപ്പോ കരച്ചിൽ നിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെയും വികാരത്തെ പരിഗണിച്ചു. എന്നിട്ട് ചോദിച്ചു, മിമ്പറേ, നിനക്ക് രണ്ടു കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ പഴയ തോട്ടത്തിലേക്ക് പഴയ മരമായി പോയി കാച്ചു കുലച്ചു നിൽക്കാം, അല്ലെങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് തണൽ വിരിക്കുന്ന മരമായി എൻ്റെ ചാരത്തു നിൽക്കാം. രണ്ടാലൊന്ന് തീരുമാനിക്കാൻ പറയുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യനെ പോലും കവച്ചു വെക്കുന്ന വിധത്തിലാണ് ആ മിമ്പർ പറയുന്നു, യാ റസൂലല്ലാഹ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. പഴയ മരമായി തോട്ടത്തിലേക്ക് പോയി കാച്ചും കുലച്ചും പൂത്തും നിന്നാൽ എന്നേക്കുമായി അവിടുത്തെയോട് ബന്ധമൊഴിവായി പോയല്ലോ. അതേ സമയത്തൊരൽപ്പ ദിവസം ഞാൻ ക്ഷമിച്ചോളാം. അവിടുത്തെയുടെ തിരുസവിധത്തിലെ നറുമണം ആസ്വദിച്ച് സ്വർഗസ്ഥനായി മാറാൻ ഒരൽപ്പകാലം ഞാൻ അവിടുന്ന് സഹിച്ചോളാം, വിഷയമല്ല നബിയേ എന്ന് പറയും പോലെയാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗീയ വാസത്തെ തിരഞ്ഞെടുക്കുന്ന കാരക്കമരം. പ്രിയപ്പെട്ടവരെ, ഈ മരങ്ങളോട് ചോദിക്കുക, റസൂലുള്ളാഹിനെ അറിയുമോ? അവർക്കും അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഇനി കല്ലുകളോട് ചോദിക്കുക, റസൂലുള്ളാഹിനെ അറിയുമോ? ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നീല അഅരിഫു ഹജറ, എനിക്കൊരു കല്ലിനെ അറിയാം. എനിക്ക് നുബൂവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ മുമ്പേ സലാം പറയുന്നൊരു കല്ലിനെ മക്കയിൽ എനിക്ക് പരിചയമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പോസ്റ്റ് മോഡേൺ സയൻസ് വരട്ടെ, ഇപ്പൊ കൈ കാണിക്കുമ്പോഴേക്ക് വെള്ളം വരുന്ന സെൻസിറ്റീവ് ടാപ്പ് വന്നു പോയി. ഇനി എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്നറിയില്ല. ഓട്ടോമാറ്റിക്കായി തുറക്കുന്ന ഡോറുകൾ വന്നുപോയി. അത് കല്ലിന്റെ സ്ഥാനത്ത് ഗ്ലാസോ മരമോ ഒക്കെയാണ്. ഒരു യന്ത്രത്തിന്റെ സഹായത്തോടെ ആള് വരുന്നോന്ന് കണ്ണിലറിയുമ്പോ മാറിക്കൊടുക്കുന്ന ഡോറ് വന്നെങ്കിൽ ഇതിനെയെല്ലാം കണ്ടുപിടിക്കാനുള്ള നിമിത്തമായി അള്ളാഹു നിശ്ചയിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടറിയാൻ ഒരു യന്ത്രത്തിന്റെയും സഹായമില്ലാതെ പാറയ്ക്ക് കഴിയുമെന്ന് ചിന്തിച്ചുകൂടെയോ സഹോദരങ്ങളെ? അല്ല, നമ്മൾ കുറെ സാറ്റലൈറ്റിനെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. ഈ ചന്ദ്രയാനും അതുപോലെയുള്ള ഉപഗ്രഹങ്ങളും മറ്റു വിക്ഷേപണങ്ങളുടെ എല്ലാം പവർ ഹൗസ് എവിടെ നിന്നാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഡീസൽ നിറച്ചിട്ടാണോ വിടുന്നത്? അല്ല. പെട്രോൾ നിറച്ചിട്ടാണോ വിടുന്നത്? അല്ല. ഒന്നാന്തരം വൈരക്കല്ലുകളെയും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ള പ്രകൃതിപരമായ എനർജി ഉപയോഗിച്ചിട്ടല്ലയോ അതാ വലിയ വലിയ ഉപഗ്രഹങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ മുകളിലേക്ക് പോയിട്ട് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എൻ്റെ വിഷയം അങ്ങോട്ട് പോകാനുള്ള സമയമില്ല. അതൊക്കെ വിശാലമായി സൂറത്ത് ഖാഫിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ സീഡികൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാൻ ഇവിടെയുള്ള കല്ലുകളോട് ചോദിക്കുക, റസൂലുള്ളാഹിനെ അറിയുമോ?
ചരൽക്കല്ലുകളോട് ചോദിക്കുക, റസൂലുള്ളാഹിനെ അറിയുമോ? ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു, ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ മജ്ലിസിലേക്ക് കടന്നു വന്നപ്പോ ഞങ്ങളതാ തസ്ബീഹ് കേൾക്കുന്നു, എവിടുന്നാണെന്ന് അറിയുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹിന്റെ കൈവെള്ള തുറന്നപ്പോ ചരൽക്കല്ലുകളിരുന്ന് തസ്ബീഹ് ചൊല്ലുകയാണ്. അതാണ് ഫസബ്ബഹ ഫീ കഫ്ഫിഹിൽ ഹസാ വനബഅ മിൻ ബൈനി അസാബിഇഹിൽ മാ. വെള്ളിയാഴ്ച പണ്ടൊക്കെ ഖുതുബയോതുമ്പോ റസൂലുള്ളാഹിന്റെ മഹത്വം പറയുമ്പോ നബാത്തിയ ഖുതുബയിൽ എവിടെയോ ഇതെടുത്തുദ്ധരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവെള്ളയിലിരുന്ന് തസ്ബീഹ് ചൊല്ലുന്നു. ചരൽക്കല്ലുകൾ, ആ ചരൽക്കല്ലുകൾക്കറിയാം ഇത് റസൂലുള്ളാഹിയാണ്. ഇനി ചോദിക്കുക, മലകളോട് റസൂലുള്ളാഹിനെ അറിയുമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമോ എന്ന് ചോദിക്കുക ചരൽക്കല്ലുകളോട്, അതോടൊപ്പം മലകളോട് ചോദിക്കുക. അപ്പ പറയും, ഉഹദ് മല സംസാരിക്കും 1000 നാവോടെ, എനിക്കറിയാം റസൂലുള്ളാഹിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുമ്പോ ഉഹദ് പർവ്വതം പ്രേമിക്കുന്ന കാമുകിയെ കിട്ടിയപ്പോ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഒന്നിളകിയെന്നാണ് മഹാന്മാര് വിശദീകരിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അലൈക ഇല്ലാ നബിയുൻ വസിദ്ദീഖുൻ വശഹീദാൻ. അല്ലയോ പ്രിയപ്പെട്ട ഉഹദേ, നിന്റെ മുകളിലുള്ളതാരാണെന്നറിയുമോ? പ്രിയപ്പെട്ട നബിയാണ്, അതോടൊപ്പം തന്നെ സിദ്ദീഖുൽ അക്ബറാണ്, അതുപോലെ തന്നെ 2 ശുഹദാക്കളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുമാണ്. അതുകൊണ്ട് അല്ലയോ ഉഹദ് പർവ്വതമേ, നീ പയളകല്ലേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഹദു യുഹിബ്ബുനി വ ഉഹിബ്ബുഹു. ഉഹദ് പർവ്വതത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഉഹദ് എന്നെയും ഇഷ്ടപ്പെടുന്നു. ഇപ്പോഴും മദീനയിലെ ബാബുൽ മജീദിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ കാണുന്നത് റസൂലുള്ളാഹിനെ പ്രേമിക്കുന്ന ഉഹദ് മലയല്ലേ. ആ ഉഹദ് പർവ്വതത്തിന്റെ പേര് പറയുമ്പോ താബിഈങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ട് കേട്ടോ. ഇതെന്റെ വകയല്ല. അശ്ശൈഖ് മുതവല്ലി ശഅറാവിയുടെ തഫ്സീറു ശഅറാവിയിലെ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സമീപകാല പണ്ഡിതനായ ശൈഖ് മുതവല്ലി ശഅറാവി എഴുതിയിട്ടുണ്ട്, ഉഹദ് മല എന്ന് പറയുമ്പോ താബീങ്ങൾ പറയും റളിയല്ലാഹു അൻഹു, കാരണം റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടതല്ലേ. നമുക്ക് അത്ഭുതം തോന്നും, പക്ഷേ മഹാന്മാര് ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും പോലെ ഉഹദ് മലയുടെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു പറയാറുണ്ട് എന്നാണ് മഹാന്മാര് നിവേദനം ചെയ്തതെങ്കിൽ ആ പർവ്വതത്തിനറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഇനി ചോദിക്കുക, ജലാശയങ്ങളോട് റസൂലുള്ളാഹിനെ അറിയുമോ? ഈ കാണുന്ന പാരാവാരത്തോട് ചോദിക്കുക, റസൂലുള്ളാഹിനെ അറിയുമോ? കിണറുകളോട് ചോദിക്കുക, റസൂലുള്ളാഹിനെ അറിയുമോ? വെള്ളത്തോട് ചോദിക്കുക, റസൂലുള്ളാഹിനെ അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വെള്ളവും എന്നത് ഒരു ദിവസം പറഞ്ഞാൽ തീരാത്ത അധ്യായമാണ്. കാരണം നബിതങ്ങൾ കാലകത്തേക്കിട്ടിട്ട് ഇരുന്ന ചില കിണറുകൾ മദീനയിൽ ഉണ്ടായിരുന്നു. നബിതങ്ങൾ തുപ്പിയപ്പോൾ കലങ്ങിയ വെള്ളം അഹ്ലാ മിനൽ അസലി,
തെളിനീരായി മാറിയ കിണറുകൾ മദീനയിലുണ്ടായിരുന്നു. ആബാറുൽ മദീന എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. മദീനയിലെ കിണറുകൾ എന്നാണ് അതിൻ്റെ പേര്. മദീനയിലെ കിണറുകളെ കുറിച്ച് മാത്രം ഒരു ഗ്രന്ഥമുണ്ട്. അപ്പൊ നബി തങ്ങൾ തുപ്പിയിട്ട് നല്ല നിർമ്മലമായ വെള്ളമുണ്ടായ കിണറുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല് കിണറ്റിന്റെ വക്കത്തിരുന്ന് അകത്തോട്ട് ഞാത്തിയിട്ടിട്ടിരുന്ന കിണറുകളുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പിയപ്പോഴേക്ക് തീരെ വെള്ളമില്ലാത്ത കിണറുകളിൽ വെള്ളമുണ്ടായിട്ടുണ്ട്. നബിതങ്ങൾ വെള്ളമെടുത്ത കിണറുകൾ, നബിതങ്ങൾ വഫാത്തായപ്പോ കുളിപ്പിക്കാൻ വെള്ളമെടുത്ത കിണറ് ഇന്നും മദീനയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം ഉപയോഗിച്ച മറ്റൊരു കിണറ് ഇന്നും ഹജ്ജിന് പോകുന്ന ആളുകളെ ജഅറാനയിൽ കാണാം. മക്കയിൽ നിന്ന് 27 കിലോമീറ്റർ ഉള്ള ജഅറാന എന്ന വലിയ ഉംറ ചെയ്യുന്ന പള്ളിയുടെ പിന്നാമ്പുറത്ത് മതിൽക്കെട്ടിന്റെ ഉള്ളിലാ കിണറുണ്ട്. നബിതങ്ങളുടെ തിരുശരീരം കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളമെടുത്ത കിണർ ഇപ്പോഴും മദീനയിലുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കിണറുകൾ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് തന്നെയുണ്ട്. ഇന്ന് വികസനത്തിൽ അതിൻ്റെ അടിയിൽ പോയതായി താരീഖുൽ മദീനത്തിൽ മുനവ്വറ അൽ മുസവ്വർ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ചുരുക്കി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ വിരലിന്റെ ഇടയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചില്ലേ, അതിശന്നാസു യൗമൽ ഹുദൈബിയ വജഹിശന്നാസു നഹ്വഹു. ജനങ്ങൾക്ക് ദാഹമായി കുടിക്കാൻ വെള്ളമില്ല. ലൈസ ഇൻദനാ മാഉൻ നതവല്ലഉ വലാ നശ്റബ്. ഞങ്ങൾക്ക് കുടിക്കാനോ ഒതുവെടുക്കാനോ വെള്ളമില്ല. ജനങ്ങളെല്ലാം ദാഹിച്ചു വലഞ്ഞുപോയി. അപ്പ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ദാഹിക്കുന്നു നബിയേ, വെള്ളമില്ല നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തോൽപാത്രം എടുത്തു. ഇല്ലാ മാ ഫീ ഹാദിഹിർ റക്വ, ഈ ചെറിയ തോൽപാത്രത്തിലുള്ള വെള്ളമല്ലാതെ വേറെ വെള്ളമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യ തോൽപാത്രത്തിലേക്ക് ഇട്ടപ്പോൾ ഫനബഅ മിൻ ബൈനി അസാബിഇഹിൽ മാ, അവിടുത്തെയുടെ 2 വിരലുകൾക്കിടയിലൂടെ വെള്ളം പ്രവഹിക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് ആളുകൾ വെള്ളം അതിൽ നിന്ന് കുടിച്ചു, അവരുടെ പാത്രങ്ങളിൽ ശേഖരിച്ചു എന്ന് ഇമാം ബുഖാരി പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. അതല്ലേ മഹാന്മാര് പറഞ്ഞത്, വഫളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസം ഫൽകൗസറു വനീലു മിസ്റ സുമ്മ ബാഖിൽ അൻഹറു. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം നബിതങ്ങളുടെ വിരൽക്കൊടികൾക്കിടയിൽ നിന്ന് വന്ന വെള്ളമാണ്. യലീഹി മാഉ സംസമുൻ, പിന്നീട് പുണ്യമുള്ളത് സംസം വെള്ളമാണ്. കാരണം ഇസ്മായിൽ നബിയുടെ കാൽപ്പാടിൽ നിന്നും നബിതങ്ങളുടെ കൈപ്പാടിൽ നിന്നും വന്ന വെള്ളമാണ്. ഇസ്മായിൽ നബി കാലിട്ടടിച്ചപ്പോൾ ഉണ്ടായ വെള്ളമാണ്. പിന്നീടത് മൂടിപ്പോയിരുന്നു. മൂടിപ്പോയതിനു ശേഷം രണ്ടാമതത് കുഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച് അവിടുത്തെ കൈ കൊണ്ടാണെന്ന് താരീഖു സംസമിൽ സായിദ് ബക്ദാശി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല, നബി തങ്ങൾ സംസം വെള്ളം കുടിച്ചിട്ട് ഫമജ്ജ ഫീ
ആ സംസം കിണറ്റിലേക്ക് നബിതങ്ങൾ തുപ്പി. റസൂലുള്ളാഹിന്റെ ബറക്കത്ത് ഇനി എന്നുമുള്ള ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആ ബറക്കത്തുള്ള വെള്ളമാണ് രണ്ടാമത്തെ വെള്ളം. പിന്നീടാണ് ഫൽ കൗസറു, പിന്നെയാണ് പരലോകത്തെ കൗസർ എന്ന വെള്ളത്തിന് മൂല്യമുള്ളത്. വനീലു മിസ്ര, പിന്നീട് ഈജിപ്തിലെ നൈൽ നദിയിലെ വെള്ളമാണ് പിന്നീട് പുണ്യമുള്ള വെള്ളം. സുമ്മ ബാഖിൽ അൻഹറു, പിന്നീടാണ് അവിടുന്ന് മറ്റുള്ള എല്ലാ നദികളിലെയും വെള്ളത്തിന് പുണ്യമുള്ളത്. അമ്പിയാക്കന്മാരുടെ ചരിത്രമാണ് നൈൽ നദിക്ക് പറയാനുള്ളതെങ്കിൽ യൂഫ്രട്ടീസ് നദിയിലേക്ക് ഒരുപാട് മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ ആളുകളെ വലിച്ചെറിഞ്ഞതിന്റെ ചരിത്രമാണ് പറയാനുള്ളത്. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഞാൻ കുവൈത്തിലായിരുന്നു. ഒരു റൂമിൽ ചെന്നപ്പോ കുറെ ബോട്ടിലിൽ വെള്ളം വെച്ചിരിക്കുന്നു. ചോദിച്ചു, ഇതെവിടുന്നുള്ള വെള്ളമാണ്? യൂഫ്രട്ടീസ് നദിയിലെ വെള്ളമാണ്. അപ്പോഴാണ് അഹ്ലുബൈത്തിൽപ്പെട്ട അരിമ മക്കളെ യൂഫ്രട്ടീസ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞ കഥയോർമ്മ വന്നു. തൽക്കാലം ആ വെള്ളം വേണ്ടാന്ന് വെച്ചു. നൈൽ നദിയിലെ വെള്ളം നമുക്ക് കുടിക്കാൻ കിട്ടുന്നുണ്ട്. ഏതായാലും ഈ പറയപ്പെട്ടതെല്ലാത്തിലും വെച്ച് ഏറ്റവും ഉന്നതമായ വെള്ളമേതാണ്? മാനബഅ മിൻ ബൈനി അസാബിർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ പ്രവഹിച്ച വെള്ളമാണ്. അപ്പൊ ജലത്തിനറിയാം ഹബീബിനെ. നബിതങ്ങൾ ഒരു കുളത്തിൽ ഒരിക്കൽ നീന്താനിറങ്ങി. നബിതങ്ങൾക്ക് നീന്തറിയാമായിരുന്നു എന്ന് സുബുലുൽ ഹുദയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീന്ത് പഠിപ്പിക്കണം. അല്ലിമു ഔലാദകുമുസ് സിബാഹത വറിമായത വറുകൂബൽ ഖൈല, നിങ്ങളുടെ മക്കൾക്ക് നീന്തും അതുപോലെ തന്നെ അവർക്ക് അമ്പെയ്ത്തും അവർക്ക് കുതിരസവാരിയും പഠിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കുതിരയൊന്നുമില്ല, ഉപയോഗിക്കേണ്ട സാഹചര്യമില്ല. അതിന് സമാനമായി നമ്മൾ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണമെന്ന് തോന്നുകയാണ്. ഏതായാലും ഇത് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ അതാ സ്വഹാബികളോടൊപ്പം സഞ്ചരിക്കുമ്പോ വഴിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീന്താനിറങ്ങി സ്വഹാബാക്കളോടൊപ്പം. എല്ലാവരും നീന്തി തുടിച്ചു. സുബുലുൽ ഹുദ 7-ാം വാള്യത്തിൽ കാണാം. നീന്തി തുടിച്ചു. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാവരും അവരവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ അടുക്കലേക്ക് നീന്തിപ്പോകണം. സ്വഹാബികളെല്ലാം ഓരോരുത്തരും അവരവരുടെ കമ്പനി കൂട്ടുകാരുടെ അടുക്കലേക്ക് നീന്തിപ്പോയി. 2 പേര് മാത്രം ഒറ്റപ്പെട്ടു പോയി. ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ സുഹൃത്തുക്കളെ നീന്തിപ്പിടിച്ചു. നബിതങ്ങൾ നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരറ്റത്ത്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വേറൊരറ്റത്ത്, ബാക്കി എല്ലാവരും ജോഡികളായി കഴിഞ്ഞു. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി ഞാനും സിദ്ദീഖുമേ ബാക്കിയുള്ളൂ, ഞങ്ങൾ രണ്ടുമാണ് ജോഡി എന്ന് പറഞ്ഞ് നീന്തിയെടുത്തിട്ട് സഹാബാക്കളോട് പ്രണയം കാണിച്ച സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ ജലാശയങ്ങൾക്കറിയാം, ജലത്തിനറിയാം റസൂലുള്ളാഹിനെ. ഇനിയും അന്വേഷിച്ചു നോക്കുക. ആരോടാ ഞാൻ ചോദിക്കേണ്ടത്? ചന്ദ്രനോട്, സൂര്യനോട്, ഭൂമിയോട്, അന്തരീക്ഷത്തോട്, സസ്യലതാദികളോട്, ചരൽക്കല്ലുകളോട്, പാറക്കൂട്ടങ്ങളോട്, എല്ലാത്തിനോടും ചോദിച്ചാൽ ഹമേ ഖൂബ് ജാൻതേ ഹേ ഹമാരേ ആഖായേ നാംദാർ താജ്ദാറേ മദീന സർവറേ ആലം സർക്കാരേ ദോ ആലം നൂറേ മുജസ്സം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. എല്ലാവർക്കും അറിയാം
പക്ഷേ എന്നിട്ടും അറിയാതിരുന്ന ഒരു പറ്റം ആളുകളെന്നുണ്ടായിരുന്നു. അവരാണ് മുനാഫിഖുകൾ. ഇത്രയും എല്ലാത്തിനും അറിയാമായിരുന്നിട്ടും റസൂലുള്ളാഹിനെ അവർക്ക് മനസ്സിലായില്ല. ഇതുപോലെ ഇന്നും ചില ആളുകൾ ഇസ്ലാമിൻ്റെ പേരിൽ റസൂലുള്ളാഹിനെ അറിയാത്തവരായി ജീവിക്കുന്നുണ്ട്. അവരാണ് എന്തിനാണ് നബിയെ പ്രകീർത്തിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അവരോടാണ് ഖുർആൻ പറയുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ.